പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1 അരങ്ങും പൊരുളും പ്രവേശക പ്രവർത്തനമായി തന്നിരിക്കുന്നത് കല ആനന്ദമാണ്. ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വാക്യമാണിത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ കലയെ ആനന്ദമായിട്ടാണ് കാണുന്നത്. ഒരു സൃഷ്ടാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദിക്കുന്ന ശുദ്ധമായ അനുഭൂതിയാണ് കലയുടെ മൂലഭാവം. കല ഒരാളിൽ ജനിക്കുമ്പോഴും അതിൻ്റെ പ്രഭാവെളിച്ചം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. ഇത് വിശുദ്ധമായ പ്രകാശം പോലെ അനന്തമായ ദിശകളിലേക്ക് എത്തുന്നു. കലയുടെ ആനന്ദം ഒരു വ്യക്തിക്ക് മാത്രം ഒതുങ്ങിയതല്ല. അത് സമൂഹത്തോടും പ്രകൃതിയോടും മനുഷ്യത്വത്തോടും പങ്കുവെക്കുന്നു. കലയുടെ ആനന്ദം ഏതൊരു മതവും ഭാഷയും ജാതിയും ലിംഗവും അതിക്രമിച്ച് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നതാണ്. ഈ സർവവ്യാപിത്വം കലയെ മനുഷ്യ മനസ്സിൻ്റെ ഒരു പൊതുഭാഷയാക്കുന്നു. അതിലൂടെ സഹജീവിതം, സ്നേഹം, സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങൾ വളരുന്നു. കലയുടെ ആനന്ദം നവീനതയുടെ തീജ്വാലയാണ്. മനുഷ്യജീവിതത്തെ സുന്ദരവും പ്രസാദാത്മകവും ആക്കുന്നതിൽ കലകൾക്ക് വലിയ പങ്കുണ്ട്. കല ഒരു പ്രകാശമെന്ന നിലയിൽ മനുഷ്യ മനസ്സിൽ പുതുമയും ഉണർവും സൃഷ്ടിക്കും. ടാഗോർ കലയെ ആനന്ദമായി കാണുന്നു. കല മനുഷ്യന് സന്തോഷവും ആത്മസന്തോഷവും നൽകുന്നു. കലയുടെ ആനന്ദം മറ്റുള്ളവരും അനുഭവിക്കുന്നുണ്ട്. കല മാനവികതയും സഹജീവിതവും പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നാമത്തെ പാഠം ചിത്രകാരി ഷാഹിന ഈക്കയുടെ ഒരു ചെറുകഥയാണ്. കാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു. നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. കഥാകാരിയായ ഷാഹിനയെ നമുക്ക് പരിചയപ്പെടാം. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയയ ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് ഷാഹിന ഈക്കെ. പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ, ഫാൻറ്റം ബാത്ത്, സ്വപ്നങ്ങളുടെ പുസ്തകം, അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ, നീലത്തീവണ്ടി, കാറ്റും വെയിലും ഇലയും പൂവും പോലെ, പ്രണയത്തിൻ്റെ തീക്കാടിനുമപ്പുറം, ഇത് കുറിപ്പുകളാണ്. പുസ്തകങ്ങളുടെ വീട്, ഒറ്റഞ്ഞൊടി കവിതകൾ, ഇത് കവിതാ സമാഹാരമാണ്. പ്രവാചകൻ ഒരു വിവർത്തന കൃതിയാണ്. ഉണ്ണി എക്സ്പ്രസിൽ ഡൽഹിയിൽ നിന്ന് മുത്തശ്ശി വീട്ടിലേക്ക്, കുട്ടികൾക്കുള്ള നോവൽ. ടുട്ടൂസിൻ്റെ മിന്നാമിന്നിക്കൂട്ടം, ബാലസാഹിത്യം. 2015 ഇടശ്ശേരി പുരസ്കാരം, അങ്കണം അവാർഡ്, ഗൃഹലക്ഷ്മി കഥാപുരസ്കാരം, TV കൊച്ചുബാവ കഥാപുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. സാധാരണക്കാരെയും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് കഥകൾക്ക് ഷാഹിന വിഷയമാക്കിയത്. വളരെ മൂർച്ചയുള്ളതും ശക്തവുമായ എഴുത്ത് രീതിയാണ് ഇവരുടേത്. ജീവിത സന്ദർഭങ്ങളെ സൂക്ഷ്മമായി വ്യാഖ്യാനിക്കുന്ന കഥകളാണ് ഷാഹിനയുടേത്. ചുറ്റുപാടിനെ ചുറ്റിവരിയിലില്ലാതെ വാക്കുകളിലേക്കാക്കുന്ന ശൈലി. എഴുത്ത് അതിജീവനത്തിൻ്റെ ഇടമാണ്, അസ്വസ്ഥതയുടെ ആനന്ദമാണ്. സ്ത്രീ എഴുത്തുകാരികൾക്ക് സമൂഹത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. പുരുഷന്മാർ ഡിസൈൻ ചെയ്ത മൂല്യങ്ങൾ, സദാചാരം, രാഷ്ട്രീയം, സാമൂഹ്യ സ്ഥാപനങ്ങളുമാണ് ഇവിടെയുള്ളത്. സ്ത്രീകളെ ശരീരം മാത്രമായും കാണുന്ന കൂട്ടരും ഇപ്പോഴുമുണ്ട്. ലിംഗ അസമത്വം ശക്തമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ വേരോടിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് ചിത്രകാരി. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു. കഥയിലെ
പ്രധാന കഥാപാത്രം ഫിസയാണ്. അവളൊരു ചിത്രകാരിയാണ്. നല്ലൊരു ചിത്രകാരി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എഴുത്തിലും വരയിലും അവൾ സന്തോഷിച്ചിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് വിലങ്ങ് വീഴുകയാണ്. അവളുടെ ഭർത്താവാണ് ഹാഫിസ്. റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വകതരുന്ന സിനിമ, ഇതൊക്കെയാണ് ഹാഫിസിന് താല്പര്യമുള്ള വിഷയങ്ങൾ. ഫിസക്ക് എഴുത്തിനോടും വരയോടും താല്പര്യമുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. അവൾ വരക്കുമ്പോൾ ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ഫിസക്ക് ഇഷ്ടമായിരുന്നില്ല. നീ എന്താ വരച്ചു കൂട്ടണേ? അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിക്കുമായിരുന്നു. 4-5 വരയും കുറിയും, ഇതൊക്കെ ആർക്കാ പറ്റാത്തേ? അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും. അതൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്നു ചില ചാടകൾ. ഹാഫിസ് അതെല്ലാം ഓർക്കുന്നുണ്ട്. എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് പോവുകയും നോട്ട്ബുക്കിൽ അവൾ ചിലത് കുറിച്ചിടും. പിന്നെ തിരികെ വന്നാൽ അവൾക്ക് വലിയ സന്തോഷമാണ്. കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും അവളോട് ചോദിച്ചിട്ടില്ല. അവൾ അതൊട്ട് കാണിച്ചിട്ടുമില്ല. ഹാഫിസിൻ്റെ ഉമ്മ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് കാണാം. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്? മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ ഓളുടെ ഒരു വരയും കുറി. ഒരിക്കൽ ഫിസയോട് ഉമ്മ നേരിട്ട് പറയുന്നുണ്ട്, അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസ. ഈ സമയത്ത് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ, അതുപോരാ. ഉമ്മ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു. അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ? ഇല്ല. ചുക്കപ്പം ചുടാൻ അറിയോ? ഇല്ല. ബിരിയാണി വെക്കോ? അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജ്ജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോട് ഉമ്മ പറയുന്നുണ്ട്. അടുപ്പത്തെ പണി ഒരു കടലാഫിസ, അതങ്ങോട്ട് തീർന്നെന്ന് പറയാൻ പറ്റുന്ന എങ്ങനെയാ? അടുക്കളപ്പണി ഒരു കടലാണെന്നും അതൊരിക്കലും തീരുന്ന ഒന്നല്ലെന്നും ഉമ്മ പറയുന്നു. അത് നിന്റെ ചിത്രം വര പോലെയല്ല. ചിത്രം വര പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയുമല്ല. ഒരിക്കലും കലാകാരിയായ ഫിസയെ മനസ്സിലാക്കാൻ അവളുടെ ഉമ്മയ്ക്കോ ഭർത്താവിനോ ആകുന്നില്ല. കുടുംബത്തിലെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും ഉണ്ടാക്കിക്കൊടുക്കുകയും കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കലുമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. പരമ്പരാഗതമായ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ കഥയിലെ ഉമ്മ വെച്ച് പുലർത്തുന്നത്. അതേസമയം തന്നെ ഹാഫിസ് ഒരക്ഷരം പോലും അവൾക്ക് അനുകൂലമായി പറയുന്നതുമില്ല. ഫിസ എല്ലാത്തിനെയും മൗനത്തിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ഉമ്മയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ ഫിസ ഹാഫിസിനെ നോക്കുമ്പോൾ അയാൾ അവളെ അവഗണിച്ച് നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കുറേ നാൾ അവൾ ചിത്രങ്ങൾ വരക്കാതെയായി. വരക്കാതെ അവളൊക്കെയും മറന്നു പോയിരിക്കുമെന്ന് ഹാഫിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ചു. 10 മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാനുണ്ട്. ഹാഫിസ് ഒന്ന് മുരടനക്കി. ഫിസ ഒന്നും പറഞ്ഞില്ല. അസഹ്യതയോടെ പിന്നെ അതുമിതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനാല തുറന്നടച്ചു. അലമാരയിൽ ചിലത് പരതി. അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും. കച്ചവടക്കാരനായ ഹാഫിസിന് അവളുടെ എഴുത്തും വരയും അലോസരപ്പെടുത്തിയിരുന്നു. അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകളിൽ അയാൾ അപകർഷതാബോധം നിറച്ചു. അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ പലപ്പോഴും എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും അയാളും കുടുംബവും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ വീട്ടിൽ അവൾ വരച്ച ധാരാളം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. പല നിറങ്ങളിലുള്ളവ, വലിപ്പങ്ങളിലുള്ളവ, പല തരത്തിലുള്ളവ. വിവാഹാലോചനയുമായി ചെല്ലുമ്പോൾ ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും അവളുടെ ഉപ്പ പറയുമ്പോൾ അതിനെന്താ, ഓള് വരച്ചോട്ടെ, ഓളുടെ കൈകൊണ്ടല്ലേ എന്ന് ഹാഫിസിന്റെ ഉപ്പ അലക്ഷ്യം പറയുന്നുണ്ട്. വിവാഹ ആലോചന സമയത്ത് തന്നെ അവളുടെ വരയ്ക്കാനും എഴുതാനുമൊക്കെ സമ്മതിച്ചതാണ്. പക്ഷേ വിവാഹത്തിനു ശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്താനാണ് ആ കുടുംബത്തിലെ എല്ലാവരും ശ്രമിക്കുന്നത്. കുടുംബകാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധിക്കാതെ ചിത്രരചനയും എഴുത്തുമായി പോകുന്നു എന്നാണ് അവളെക്കുറിച്ചുള്ള സ്ഥിരം പരാതി.
ഒരിക്കൽ ഹാഫിസിന്റെ സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ? ദൈവം തൊട്ട കൈവിരലുകൾ. അത് അയാളുടെ അഭിപ്രായമായിരുന്നില്ല, ആർട്ടിസ്റ്റ് മാധവൻ സാറാണ് അങ്ങനെ പറയുന്നത്. അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ, പക്ഷേ ഭയങ്കര സൈലന്റ് ആയിരുന്നു, എപ്പോഴും എക്സ്ട്രീംലി സൈലന്റ്. എന്നിട്ടോ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മുക്കുകയറിൽ. അപ്പോൾ ഒരിക്കലും ചേരാത്ത ഒരു ബന്ധമായിരുന്നു അതെന്നാണ് അവൻ പറയുന്നത്. നന്നായി എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കച്ചവടക്കാരൻ്റെ ഭാര്യയായിട്ട് വന്നത്. ഒരിക്കലും ഹാഫിസിന്റെ കുടുംബം അവളുടെ വരയെയോ എഴുത്തിനെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രോത്സാഹനം പോയിട്ട് അവഗണന മാത്രമാണ് നൽകുന്നത്. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് ആ കുടുംബം നോക്കുന്നതെന്നും കഥയുടെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഫിസയെ കാണാനും അവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വാങ്ങാനും ആളുകൾ വന്നു പോകുന്നതും ഹാഫിസിനെയും കുടുംബത്തെയും അലോസരപ്പെടുത്തുന്നു. ഒരു ചിത്ര പ്രദർശനം നടത്തണമെന്ന അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു. ഫിസയുടെ കയ്യിൽ നിന്ന് അവസാനം ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദമായി കരയാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ. അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ഛായങ്ങൾ എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയായിട്ട് വേണം കരുതാൻ. നിശബ്ദമായ കരച്ചിലിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബജീവിതത്തിലെ കെട്ടുപാടുകൾ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതമാണ് കഥാകാരി ഇവിടെ അവതരിപ്പിക്കുന്നത്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയാണ് ഫിസ എന്ന കലാകാരി തൻ്റെ കഴിവുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. ചിത്രകാരി എന്ന കഥ ഫിസ എന്ന ഒരു കലാകാരിയുടെ കഥ മാത്രമല്ല, തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്ന അനേകം കുടുംബിനികളുടെ പ്രതീകമാണ് ഫിസ എന്ന ചിത്രകാരിയിലെ കഥാപാത്രം. തങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ സാധിക്കാതെ പോയ അനേകം കുടുംബിനികളുടെ ജീവിതവും ആത്മസംഘർഷങ്ങളും സൂക്ഷ്മതയോടെ ഷാഹിന ഇ.കെ ചിത്രകാരി എന്ന കഥയിൽ വരച്ചിടുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.